ഹായ്, നമ്മളിപ്പം മാൽപ്പേ ബീച്ചിൽ നിന്നും മൃദേശ്വർ പോകുന്ന റൂട്ടിലാണുള്ളത്. അതായത് കൊച്ചി പനവേൽ ഹൈവേ NH66 ആണ്. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് മുരുടേശ്വരത്തുമാണ്. ഇത് കൊച്ചി പനവേൽ ഹൈവേ ആണ്. മുരുടേശ്വരം നമുക്കിനി അധികം കാര്യങ്ങളൊന്നും കാണാനില്ല. ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ചെറിയ ചെറിയ ബീച്ചസും, പിന്നെ അതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളൊരു ഡെൽറ്റ ബീച്ചുണ്ട്. അവിടെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കടലും കായലും കൂടിച്ചെടുത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അഗംബെ ശൃംഗേരി. പക്ഷേ ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ പ്ലാനിൽ അതൊന്നും ഇല്ല. കാരണം ഞങ്ങൾക്ക് രാജസ്ഥാൻ വരെ എത്തണം, അപ്പോൾ ഡീവിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പോകുന്ന വഴിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലം മാർവന്തയാണ്. മാർവന്ത എന്ന സ്ഥലത്ത് ഈ റോഡാണ് ശരിക്കും ആക്ച്വലി കടലിനെയും കായലിനെയും തിരിക്കുന്നൊരു എന്താ പറയുക ഒരു ഇത്. അപ്പം നമ്മൾ അത് പോകുന്ന വഴി അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണിച്ചു തരാം. അത് സീ യു ദേർ. നമ്മളിപ്പോൾ മാർവന്തേ ബീച്ചിൻ്റെ സൈഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടതുവശത്ത് കാണുന്നതാണ് മാർവന്തേ ബീച്ച്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണിത് റോഡ് പൊക്കി പണിത്. നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡ് മാത്രമായിരുന്നു. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കായലാണ്. നിങ്ങൾ ആ മരം നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തെ കായലാണ്. അപ്പം ഈ റോഡ് മാത്രമായിരുന്നു കടലിനെയും കായലിനെയും വേർതിരിക്കുന്നത്. അത് ആ സമയത്ത് പോകാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഇപ്പോൾ ഇവിടെ റോഡ് പൊക്കി പണിതു. കൂടാതെ അവിടെ ഒരു ഫ്ലൈ ഓവർ വന്നു. മേ ബി ഫ്ലൈ ഓവർ വന്നാൽ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ കെട്ടിയെടുത്തതാണ്. നേരത്തെ ഇത് കല്ലൊന്നും ഉണ്ടായിരുന്നു. ഉടുപ്പിയിൽ നിന്ന് പോകുന്നത് രണ്ടാമത്തെ ടോൾ ഗേറ്റ് ആണ്. നേരത്തെ 45 രൂപയായിരുന്നു. ഷിരൂർ ടോൾ പ്ലാസ. ജസ്റ്റ് ഇപ്പോൾ ടാറിങ് കഴിഞ്ഞ് നല്ലൊരു വഴി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈനിങ് ഒക്കെ ആവുന്നേ ഉള്ളൂ. നമ്മളിപ്പം മൃദേശ്വരൻ്റെ ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്കുള്ള എൻട്രൻസിലാണ്. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ ഇതാണ്ട് മൃദേശ്വര ടെമ്പിളിൻ്റെ മുമ്പിലാണ്. തൊട്ട് സൈഡിലായിട്ട് ശിവൻ്റെ സ്റ്റാച്ചു നമുക്ക് കാണാം. റോഡൊക്കെ ചെറിയ കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇതാണ് ടെമ്പിളിൻ്റെ എൻട്രൻസ്. ടെമ്പിളിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് മൃദേശ്വർ ബീച്ച് കാണാം. അത്യാവശ്യം ആൾക്കാരും ഉണ്ട്, തിരക്കെല്ലാം ഉണ്ട്. ആ സൈഡിലായിട്ട് ഫിഷിംഗ് ബോട്ടൊക്കെ കിടപ്പുണ്ട് ഒത്തിരി. അതെ അതെ, അത്യാവശ്യം വലുതല്ലാത്ത ചെറിയ തിരകളാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ ടെമ്പിളുള്ളത്. ഫ്രണ്ടിലായിട്ട് തന്നെ പാർക്കിങ്ങും എല്ലാ സൗകര്യങ്ങളുണ്ട്. ടെമ്പിളിൻ്റെ മുകളിലായിട്ടാണ് ശിവൻ്റെ സ്റ്റാച്ചു ഉള്ളത്. അങ്ങോട്ടേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലണം. ഇവിടെ വന്നിട്ട് ചെറിയ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ സ്റ്റാച്ചുവിൻ്റെ മുമ്പിലേക്ക് എത്തുന്നത്. ഉത്തര കർണാടകയിലുള്ള പഡ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് മൃദേശ്വർ എന്ന് പറയുന്ന ടൗൺ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ശിവൻ്റെ സ്റ്റാച്ചു ആണ് മൃദേശ്വരിലുള്ളത്. അതുപോലെ തന്നെ നല്ല ബീച്ചും എല്ലാം സൈഡിലായിട്ടുള്ള ഒരു സ്ഥലമാണ് മൃദേശ്വർ. കോവിഡായതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്കുള്ള എൻട്രി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ സൈഡിലേക്കും കയറാനായിട്ട് പറ്റില്ല. താഴെ നമുക്ക് മൃദേശ്വർ ടെമ്പിൾ കാണാനായിട്ട് സാധിക്കും. ടെമ്പിളിനകത്ത് ഞങ്ങൾ കയറുന്നില്ല. പെട്ടെന്ന് ഇനിയിപ്പം അടുത്ത ഗവർണർ സ്ഥലം എത്താനായിട്ടുള്ളത് കൊണ്ട് നമ്മൾ ടെമ്പിളിനകത്ത് കയറാതെ ഇവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുക. താഴേക്ക് ബീച്ചിൻ്റെയും നല്ല മനോഹരമായൊരു വ്യൂ കാണാനായിട്ട് നമുക്ക് പറ്റും. ഇവിടെ വരുന്നവർക്കായിട്ട് സ്റ്റേയും കാര്യങ്ങളുമെല്ലാം എനിക്കൊന്ന് ചെറിയ എമൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. അതാണ് ഈ RNS റെസിഡൻസി എന്ന് പറയുന്നത്. നമ്മളിപ്പം ഗോകർണയിലേക്കുള്ള വഴിയിലാണ്. അപ്പം ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ജസ്റ്റ് സൈഡിലൊന്ന് നിർത്തിയതാണ്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പം രാവിലെ മേടിച്ച കുറച്ച് വേഫിൾസൊക്കെ കഴിക്കാനൊരു പ്ലാനുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് രാവിലെ മേടിച്ച കുറച്ച് വേഫിൾസ് ഉണ്ട്, അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവർക്കും വിശക്കുന്നുമുണ്ട്. നമ്മളിപ്പം ഗോകർണയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗോകർണയിലുള്ള രഥത്തിൻ്റെ ഒരു ശില്പമല്ലല്ലോ, രഥമാണ് നിങ്ങളിപ്പോൾ മുമ്പിൽ കാണുന്നത്. രഥയാത്രയ്ക്ക് ഇത് വലിച്ചാണ് ആൾക്കാർ പോകുന്നത്. വളരെ ഇടുങ്ങിയ റോഡുകളും അതുപോലെ തന്നെ സൈഡിൽ ഇരുവശവും
പ്രത്യേകതരം കടകളും ഒക്കെ ആയിട്ടാണ്. നമ്മളിപ്പം ഗോകർണയിൽ നിന്നും ഗോവയിലേക്കുള്ള ഒരു ചെറിയ ഇടവഴി കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡിലേക്ക് കയറിയിട്ടില്ല. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു മാർക്കറ്റാണ്. വഴി നമുക്കിനി ഇവിടെ നേരെ സ്ട്രൈറ്റ് ഇത് തന്നെ. നല്ല തിരക്കുണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല ഇവിടെ നിറച്ച ആൾക്കാരുണ്ട്. ഫിഷ് മാർക്കറ്റാണ്. നമ്മൾ ആ മാർക്കറ്റിൽ നിന്ന് വന്ന് ഇപ്പം ടാറിട്ട ഒരു വഴിയിലേക്ക് കയറി. ഇവിടെയും തിരക്കുണ്ട്. നമ്മളിപ്പോൾ നേരെ ഗോവയിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അവിടെ ചെക്ക് പോസ്റ്റിലാണ്. ഇപ്പം നമ്മൾ എൻട്രി ചെയ്യുന്നു. ഇപ്പം ഗോവയിലേക്കുള്ള എൻട്രൻസിലാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് 4 ലൈൻ ആയിരിക്കും. ഇതുവരെ നമ്മളിപ്പോൾ വന്നത് അത്യാവശ്യം ഒരു ഇടുങ്ങിയ വഴിയാണ്. ഇത്തിരി ലൈറ്റുകളും ഒക്കെ ആയിട്ട് കളർഫുള്ളായി തുടങ്ങിയിട്ടുണ്ട് റോഡുകളൊക്കെ. പനാജിക്ക് ഏകദേശം 94 കിലോമീറ്ററാണ്. നമ്മളിപ്പോൾ ഇന്ന് പറ്റുമെങ്കിൽ നോർത്ത് ഗോവ, അല്ലെങ്കിൽ ഒത്തിരി ലേറ്റ് ആവുകയാണെങ്കിൽ സൗത്ത് ഗോവ, അങ്ങനൊരു അപ്പം നല്ലൊരു ഷോപ്പ് കണ്ടുകൊണ്ട് ഇവിടെ നിർത്തിയതാണ്. ഇവിടെ റിലാക്സ് ചെയ്യാൻ ഇനിയുണ്ട് ഏകദേശം 1.5 മണിക്കൂറോളം ട്രാവലുണ്ട്. അപ്പം അതിനിടയ്ക്ക് ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ, കോഫി കുടിച്ച് കഴിഞ്ഞാൽ ഇത്തിരി ആക്റ്റീവ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അല്ല, പുതിയൊരു ഫ്ലൈ ഓവറിൻ്റെ കൺസ്ട്രക്ഷനാണ് നമുക്ക് മുമ്പിലായിട്ട് കാണുന്നത്. ഒത്തിരി കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. റോഡൊക്കെ വീതി കൂട്ടാനും അതുപോലെ തന്നെ ഫ്ലൈ ഓവറും എല്ലാമായിട്ട്. ISL നടക്കുന്ന സ്റ്റേഡിയമാണിത്. ഇപ്പോൾ കളി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അതുകൊണ്ടാട്ടോ കുറച്ച് റോഡ് നന്നാക്കിയിട്ടാണ്. അതെ, കളി കഴിഞ്ഞതോടെ ഇപ്പോൾ. ഇപ്പോൾ സമയം ഏകദേശം 10 മണി കഴിഞ്ഞു. നമ്മൾ ബാഗ ബീച്ചിൻ്റെ മാപ്പ് അടുത്ത് വഴി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ഇവിടെ റൂം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി നോക്കിയിട്ട് നല്ല റൂമാണെങ്കിൽ അത് എടുക്കണം, അല്ലെങ്കിൽ വേറെ നോക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഹാപ്പനിങ് സ്ഥലമാണ് നോർത്ത് ഗോവ എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. കാരണം സൗത്ത് ഗോവയിൽ നമ്മൾ പോകുന്ന 7 മണി 8 മണി സമയത്തൊക്കെ ഫുള്ള് എന്താ പറയുക, ആരും ഇല്ലായിരുന്നു. അതെ, 10 മണിയായിട്ടും ഫുള്ള് കടകളൊക്കെ ഓണാണ്. ആൾക്കാരെല്ലാം ഭയങ്കര ലൈവാണ്. നമ്മളിപ്പം ഗോവയിൽ എടുത്ത മുറിയാണ്. ഒരു പെർ ഡേ 1500 രൂപയാണ് ഞങ്ങൾ 3 പേർക്ക് കൂടെ റേറ്റ് പറഞ്ഞത്. അത്യാവശ്യം നല്ല റൂമാണ്. AC എല്ലാം ഉണ്ട്. ബാത്റൂം ഒന്ന് കാണിക്കാം. ഞങ്ങൾ പിന്നെ ഇന്നലെ നൈറ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ട് ഒരു 2-2:30 ആയപ്പം തിരിച്ച് റൂമിലെത്തി. അപ്പം വീഡിയോ എൻ്റെ ആയിട്ട് പറ്റിയില്ല. ഗോപ്രോയുടെ ചാർജ് തീർന്നായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.